ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സിമ്പിൾ കാരമൽ പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു 2 കപ്പ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് പാല് വേവണം. പാല് നന്നായിട്ട് തിളച്ച് വെന്തതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറാൻ വെക്കാം. പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ കാരമലൈസ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. നന്നായിട്ട് കാരമലൈസ് ചെയ്യാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പഞ്ചസാര മെൽറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ കാരമൽ ചൂടോടുകൂടി ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. ശേഷം എല്ലാ വശവും ഒന്ന് എത്തുന്ന രീതിയിൽ ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് തന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര, നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റം വരുത്താം. അത് മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് ആറാൻ വെച്ചിരുന്ന പാലുകൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഏലക്കാപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് കഴിഞ്ഞ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അത് നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത് വെച്ച പാത്രത്തിലേക്കാണ് അരിച്ചൊഴിച്ചു കൊടുത്തത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മൂടി വെക്കണം. ആവി വെള്ളം അതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഒരു ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഒരു മൂടിയോ വെച്ച് മൂടിയിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ടൂത്ത് പിക്ക് വെച്ച് നോക്കുമ്പോൾ ആ പിക്ക് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ പുഡിംഗ് പാകമായി എന്നാണ്. അപ്പോൾ നമുക്കത് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി കാണിക്കാം. നമ്മുടെ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.